ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പേപ്പർ കട്ടർ ഉണ്ടാക്കാം. കത്രിക വെച്ച് മുറിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഈ പേപ്പർ കട്ടർ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ നല്ല എളുപ്പം തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയപ്പോഴല്ലേ മനസ്സിലായത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കഥകൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡിനെ കാട്ടി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫോം ബോർഡ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കാർഡ്ബോർഡ് എടുത്ത ശേഷം ഞാൻ എല്ലാ ഭാഗവും ഒന്ന് മാസ്കിംഗ് ടാപ്പ് വെച്ച് ചുറ്റി കൊടുത്തിട്ടുണ്ട്. വെറുതെ ചുറ്റിയതാട്ടോ, നിങ്ങളത് ഇങ്ങനെയൊന്നും ചുറ്റണമെന്നില്ല. കാർഡ്ബോർഡ് വലുത് ഞാൻ ഇപ്പോൾ 25 cm 10 cm വലുപ്പത്തിലാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആ 2 cm 25 cm വലുപ്പത്തിൽ, ആ ചെറുത് 5 cm 2 cm. റൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പാണ്. അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഏതോ ഒരു ക്യാപ്പിൻ്റെ മൂടി വെച്ചിട്ടാട്ടോ ആ റൗണ്ട് കട്ട് ചെയ്തെടുത്ത്. പിന്നെ നമുക്ക് മാസ്കിംഗ് ടാപ്പ് വെച്ച് ചുറ്റി കൊടുക്കാം. മാസ്കിംഗ് ടാപ്പ് വെച്ച് ചുറ്റിയുള്ള ഒരു ഗുണമുണ്ട്, അതായത് നമ്മൾ പിന്നെ സൈഡ് ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുഞ്ഞ് പീസ് ഓഫ് പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കണമല്ലോ. അതിന് പകരം മുകളിലും താഴെയും വൈറ്റ് പേപ്പർ വെച്ചാൽ മതി. അതുകൊണ്ടാട്ടോ ഞാൻ മാസ്കിംഗ് ടാപ്പ് വെച്ച് ഒട്ടിച്ച്. അങ്ങനെ ഒട്ടിക്കാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച മുകളിലത്തെ ഭാഗം ബാക്കി ഉണ്ടാവല്ലോ, അത് നമുക്ക് കത്രിക വെച്ച് കുഞ്ഞി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിക്കാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ 2 ഭാഗവും അങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പോൾ ഇട്ടിരുന്നല്ലോ, ബ്ലൂ ജേണൽ ഏത് ജേണൽ എന്നൊക്കെ പറയിട്ട്. അതിൽ ബ്ലൂ ജേണൽ നിങ്ങളെല്ലാവരും അഭിപ്രായ പ്രകാരം ഞാൻ ചെയ്ത് അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർക്ക് കമൻ്റ് ഇട്ടിരുന്നു. അതായത് റെഡ് ചെയ്യോ, പിങ്ക് ചെയ്യോ, യെല്ലോ ചെയ്യോ, ബ്ലാക്ക് ചെയ്യോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൽ ഞാൻ ഇപ്പം ഒന്നും കൂടെ പോൾ ഇട്ടിട്ടുണ്ട്. കുറേ ഇത് വരണം, അതായത് കുറേ വോട്ട് ചെയ്യണ കളറാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണേ. ഞാൻ വിചാരിച്ച ആദ്യം ബ്ലൂ ചെയ്തിട്ട് പിന്നെ ബാക്കി കുറവുള്ള പോളിട്ടപ്പോൾ ഉള്ള കുറവുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് കളർ ചെയ്യാമെന്നായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ പല കളർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പം വേറെ കളറിൻ്റെ ജേണലിംഗ് ഒക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ജേണൽ സെറ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കുക വെച്ചാൽ ജേണൽ ഞാൻ ഇപ്പം എൻ്റെ രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ബ്ലൂ കളർ ആ ടേപ്പൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചുണ്ടാക്കിയതാണ്. ബ്ലൂ പേപ്പർ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ സാധനം ജേണലിൻ്റെ എല്ലാ സപ്ലൈസും നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ കൂടുതൽ പ്രിൻ്റ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. പിൻട്രസ്റ്റിൽ കുറേ ഇങ്ങനത്തെ പ്രിൻ്റ് എടുക്കാൻ പറ്റിയ രീതിയിൽ കുറേ ഉണ്ട്. അപ്പം ഞാൻ അത് നോക്കി പ്രിൻ്റ് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പം കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുമെന്നാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന വീഡിയോയും നമ്മൾ എന്തായാലും ഇടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ കട്ടർ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കട്ടർ ഉണ്ടാക്കുമ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് പൊതിയുന്നത്. ഒക്കെ ചാർട്ട് പേപ്പറിന് പകരം A4 വേറെ എന്തെങ്കിലും കളർ പേപ്പറോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ചാർട്ട് പേപ്പറാണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയിൽ നിൽക്കൽ വെച്ചിട്ട് ഒരു ഇതിന് ഞാൻ അത് എടുക്കുന്നുള്ളൂ. ചാർട്ട് പേപ്പർ ഇല്ല ഞാൻ A4 അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജ് വെച്ചിട്ടോ അതൊക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പാറ്റേൺ പേപ്പർ നമുക്ക് വരച്ചെടുക്കാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനത്തെ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഫെവിക്കോളാട്ടോ. വൈറ്റ് ഫെവിക്കോൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫെവിക്വിക്ക് പറ്റും. പിന്നെ മറ്റേ യെല്ലോ ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ച് കാണിച്ചാൽ ഒരു മഞ്ഞ കളർ വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ വൈറ്റ് ഗ്ലൂ എടുത്ത്. ഇതിൻ്റെ വൈറ്റ് പേപ്പറും ആണല്ലോ. വേറൊരു കളർ ചാർട്ട് ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ല, വൈറ്റ് ഉള്ളൂ. എന്നാൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വൈറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാമെന്ന്. ഞാനിന്ന് പിൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് ഈ പേപ്പർ കട്ടറിൻ്റെ കാര്യം അറിഞ്ഞത് തന്നെ കേട്ടോ. ആദ്യം ഇങ്ങനെ വീഡിയോസ് കാണലുണ്ട്. പിന്നെ ഞാൻ കരുതി ഒരു പ്രാവശ്യം ഞാൻ ചെറിയ പേപ്പർ കട്ടർ ഉണ്ടാക്കി. അതുണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ വെട്ടി അതിൻ്റെ സാധനമൊക്കെ അവിടെ ഇവിടെയും പോയി. പിന്നെ ഞാൻ വിചാരിച്ച ആ അളവിൻ്റെ ഇരട്ടി വെച്ചിട്ട് ഈ വലിയ പേപ്പർ കട്ടർ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇതിങ്ങനെയൊക്കെ പണി തരുന്നു. അതൊക്കെ സാരില്ല. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ അതോ ഈ പേപ്പർ കട്ടറിൻ്റെ പ്രശ്നമാണോ, ബ്ലേഡിൻ്റെ പ്രശ്നമാണോ, കാർഡ്ബോർഡിൻ്റെ പ്രശ്നമാണോ, അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എനിക്ക് തോന്നണ ബ്ലേഡിൻ്റെ പ്രശ്നമാണെന്നാ. ബ്ലേഡ് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കൂർപ്പുള്ള ബ്ലേഡ് നോക്കിയെടുക്കുക. ഈ ബ്ലേഡ് വെച്ചുള്ള കളി ആയതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ സഹായം ഇല്ലാണ്ട് ആരും ഇത് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടാക്കി സൈഡ് ബാക്ക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, മാസ്കിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചതിനോണ്ട്. പിന്നെ നമ്മുടെ നീളത്തിലുള്ള പീസിൽ ഒരു കഷ്ണം ചാർട്ട് പേപ്പറോ വേറെ പേപ്പർ വെച്ചിട്ട് ഒരു ലൂസായ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ നമുക്കിതാ ഇതുപോലെ നിളക്കാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് വെട്ടിക്കട്ടെ. ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കിയിട്ട് വെട്ടി കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 എണ്ണത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 5 cm 2 cm വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതില്ലേ, അത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നടുവിൽ ഇത്തിരി ഗ്യാപ്പ് വിടണം കേട്ടോ, നമ്മുടെ പേപ്പർ കട്ടർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഒട്ടിച്ച സമയത്ത് തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, ഫെവിക്കോൾ 1-2 മണിക്കൂർ ഞാൻ വെച്ച്, എന്നിട്ടും അത് ഉണങ്ങില്ല. ലാസ്റ്റ് ഹെയർ ഡ്രയർ എടുക്കലായി, ഉണക്കലായി, സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കലായി, എന്തൊക്കെയോ ആയി. പിന്നെ അവസാനം ഒട്ടി. കണ്ടത് അതിങ്ങനെ ഇളക്കുമ്പോഴേക്ക് കണ്ടോ പോരണ്ട്. പിന്നെ അത് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്കൊന്നും എടുത്ത് കാണിച്ചു വെച്ചാൽ അതും കഴിയില്ല. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ റൗണ്ട് ഇതിൽ ഒരു കുഞ്ഞു കഷ്ണം ബ്ലേഡ് വെച്ച് കൊടുക്കാം. ഈ ബ്ലേഡ് ആയിരുന്നു ഞാൻ ആദ്യം എടുത്തത്. ഞാൻ എനിക്ക് അബദ്ധം പറഞ്ഞുതരാം. ഇങ്ങനെ എടുത്ത് ആദ്യം വലിയ ഇതിൽ ഒട്ടിച്ചപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചപ്പം എന്താ പറയുക, ബ്ലേഡ് കുറച്ച് വലിപ്പം പോരാ. ഞാൻ വേറെ ബ്ലേഡ് എടുത്ത് ഒട്ടിച്ച്, പഴയ ബ്ലേഡിൽ നിന്ന് പറിക്കണമല്ലോ, അത് പറിക്കുമ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മുറി പറ്റിയിട്ടുണ്ട്. ബ്ലേഡ് വെച്ച് വല്ലാണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും അങ്ങനെ വരലില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ഞാൻ പറഞ്ഞു, പാരൻസിൻ്റെ ഹെൽപ്പോടെ അല്ലാതെ ഇതാരും ചെയ്യാൻ നിൽക്കണ്ടെന്ന്. ഇനി നമുക്ക് നമ്മുടെ നടുവത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ 2 പേപ്പർ വെച്ചിട്ട് ഈ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് നമുക്ക് നമ്മുടെ പേപ്പർ കട്ടർ മുകളിലേക്കാക്കി തുറന്നിട്ട് അതിൻ്റെ ഇടയിൽ പേപ്പർ വെച്ചിട്ട് ഇത് അടച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതായത് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഒട്ടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിക്കണമെന്നില്ല, പകരം 4 കാർഡ്ബോർഡ് അടുക്കി വെക്കുക ഇതിൻ്റെ അറ്റത്ത്, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടിത് അടിയിൽ കൂടെ പേപ്പർ വെക്കാന്ന് വെച്ചാൽ നമുക്കിത് സുഖമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം പറയല്ലോ അതുപോലെ ആക്കാം. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആക്കി നമുക്ക് പേപ്പർ വെച്ച് മുറിക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കുഞ്ഞി ബ്ലേഡ് ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇവിടെ ആ 2 പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ നടുവിലേക്ക് ആക്കി വെച്ച ശേഷം സൂപ്പർ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റിൻ്റെ ഇതാണ്, അതായത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എന്താവും. ഞാനൊരു ആക്രാന്തത്തിൽ വെച്ചുകൊണ്ട് മുറിച്ചു. എനിക്കറിയില്ല, നല്ല പേടിയുണ്ട്. മുറിച്ച് വെക്കാം. മുറിച്ചപ്പോൾ അതിനെ ഇളക്കാനൊരു മടി. പേപ്പർ അവിടെ നിന്ന് ഇളക്കി കളിക്കുക. പിന്നെ ഞാൻ 2 സൈഡ് പിടിച്ച് ഇതാക്കി മുറിച്ചു. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബ്ലേഡ് അധികം മുറിച്ചല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മുറിഞ്ഞു പോയത്. എന്തായാലും വർക്ക് ചെയ്യണ്ട്. വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഭയങ്കര പ്ലെയിൻ പോലെ തോന്നാം. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ, നമ്മുടെ പേപ്പർ കട്ടർ തയ്യാറായിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ വരച്ചിട്ട് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പാറ്റേൺസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പേപ്പർ കട്ടർ ഉണ്ടാക്കാൻ വെച്ചാൽ തന്നെ പാരൻസിൻ്റെ ഹെൽപ്പോടെ കൂടെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ്സുമായി